ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തലകറക്കം. തലകറക്കം നിസ്സാരമായ ഒന്നല്ല. പല രോഗങ്ങളും തലകറക്കത്തിന് കാരണമാകുന്നു. കൃത്യമായിട്ടുള്ള ഒരു രോഗനിർണയം നടത്തിയാൽ മാത്രമേ ഇത് തലകറക്കത്തിന്റെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. തലകറക്കത്തിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് പറയാം. അതായത് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നുന്നതായിട്ടോ അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറി മയങ്ങി വീഴുന്നതായിട്ടോ നമുക്ക് ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ബോഡിയിലെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെവിയും ബ്രെയിനും പ്രധാന പങ്ക് വഹിക്കുന്നു. തലകറക്കത്തിന്റെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു റീസൺ ആണ് BPPV. ഇത് ഇന്നർ ഇയറിന്റെ ഒരു പ്രശ്നമാണ്, ഇയർ ബാലൻസിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ പൊതുവിൽ പറയും. തലയുടെ പൊസിഷനിൽ വേരിയേഷൻസ് വരുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് BPPV അല്ലെങ്കിൽ തലകറക്കം ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് കിടന്നിട്ട് എണീക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് തല തിരിക്കുന്ന സമയത്തോ, അത് ഏത് ഡയറക്ഷനിലോട്ടാണെങ്കിലും, നമ്മൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ പെട്ടെന്ന് ഒരാൾ പിന്നീന്ന് വിളിക്കുമ്പോൾ നമ്മൾ തിരിയുമ്പോഴോ അല്ലെങ്കിൽ മുകളിലോട്ട് നോക്കുന്ന സമയത്തോ നമുക്ക് പെട്ടെന്ന് ഒരു തലകറക്കം വരുന്നു. ഈ തലകറക്കത്തിനെയാണ് BPPV എന്ന് ബ്രോഡായിട്ട് പറയുന്നത്. ഇത് ഇന്നർ ഇയറിലെ ഇയർ ബാലൻസിന്റെ പ്രശ്നമാണ്. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സസൈസസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന, അതായത് 70 മുതൽ 80% വരെയും നമുക്ക് തലകറക്കം ഉണ്ടാകുന്നത് ഈ ഇന്നർ ഇയർ ബാലൻസിന്റെ പ്രശ്നമാണെങ്കിലും വേറെ പല കാരണങ്ങളാലും നമുക്ക് തലകറക്കം ഉണ്ടാകാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രക്തക്കുറവ്. അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ സപ്ലൈ കുറയുന്നു. അങ്ങനെ ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോഴാണ് നമുക്ക് തലകറക്കം ഉണ്ടാകുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഹാർട്ടിന്റെ വാൽവ്സിനുള്ള തകരാറ്. വാൽവ്സിന് തകരാറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് പുറത്തോട്ട് വിടുന്ന സ്ഥലത്തെ അവിടുത്തെ വാൽവിന്റെ പ്രശ്നം വരുമ്പോഴാണ് കൂടുതലായിട്ടും തലകറക്കം അനുഭവപ്പെടുന്നത്. അതായത് അയോട്ടിക് സ്റ്റീനോസിസ് എന്നാണ് അതിനെ പറയുന്നത്. വേറൊരു റീസൺ ആണ് മൈഗ്രെയിൻസ് അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ഹെഡേക്സ് കാരണത്താലും വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാരണം, ചിലപ്പോൾ സ്ട്രോക്ക് അങ്ങനെ അല്ലെങ്കിൽ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്സോ അങ്ങനെ എന്തെങ്കിലും കാരണത്താലും നമുക്ക് തലകറക്കം വരാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പനി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, ലൂസ് മോഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം ഒരുപാട് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്തും ഒക്കെ നമുക്ക് തലകറക്കം വരാം. എല്ലാ പ്രിൻസിപ്പിളും നമ്മുടെ ബ്രെയിനിനോട്ടുള്ള സപ്ലൈ കുറയുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ടും തലകറക്കം വരുന്നത്. തലകറക്കത്തിന്റെ വേറൊരു റീസൺ ആണ് ഷുഗർ കുറഞ്ഞു പോകുന്ന സമയത്ത്. നമുക്ക് മിക്കപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഒരു പ്രോബ്ലം ആണ് അവര് ഷുഗർ കുറഞ്ഞ് തലകറങ്ങി വീഴുന്നു എന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുന്ന, പാനിക് അറ്റാക്സ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും നമുക്ക് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് തലകറക്കം അനുഭവപ്പെട്ടേക്കാം. അതുപോലെ ഓവർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് തലകറക്കം അനുഭവപ്പെട്ടേക്കാം. അതുപോലെ ഫുഡ് ഇൻടേക്ക് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ, ഫുഡ് ഇൻടേക്ക് പെട്ടെന്ന് ഒരുപാട് ഫാസ്റ്റിംഗ് അവേഴ്സ് എല്ലാം ഒരുപാട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് തലകറക്കം അനുഭവപ്പെട്ടേക്കാം. BP കുറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് BPയുടെ മരുന്ന് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് BP കുറയുന്ന സമയത്തോ നമുക്ക് തലകറക്കം അനുഭവപ്പെട്ടേക്കാം. ഇതിനൊക്കെ പുറമെ വേറൊരു റീസൺ ആണ് നമ്മുടെ കഴുത്തിലെ ഞരമ്പിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് തലകറക്കം അനുഭവപ്പെട്ടേക്കാം. തലകറക്കം അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ അല്ല. തലകറക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് ഡിസീസ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.